ഇന്ത്യൻ വിമാനങ്ങൾ മാസത്തിൽ ഒരു എഞ്ചിൻ തകരാറെങ്കിലും നേരിടുന്നുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. RTI വഴി ലഭിച്ച കണക്കുകൾ പ്രകാരം 2020 മുതൽ ഇതുവരെ 65 വിമാനങ്ങളിൽ പറന്നുയർന്നതിന് ശേഷം എഞ്ചിൻ പ്രവർത്തനരഹിതമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ 17 മാസത്തിനിടെ പൈലറ്റുമാർ 11 മെയ്ഡേ അപായ സന്ദേശങ്ങൾ അയച്ച് അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ 260 പേർ മരിച്ച സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാവുന്ന നിരവധി വ്യോമയാന അപകടങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്ത് വിമാന അപകടങ്ങൾ അസാധാരണവുമല്ല. എല്ലാ മാസവും സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ നിലത്തിറക്കുകയോ ചെയ്യേണ്ടി വരുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB എയർ ഇന്ത്യ 787 ഡ്രീംലൈനർ വിമാന അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം തടസ്സപ്പെട്ടതാണ് 2 എഞ്ചിനുകളും നിശ്ചലമാവാനും അപകടത്തിനും കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വിവരാവകാശ രേഖകൾ വെളിപ്പെടുത്തുന്നത് എന്താണ് എന്ന് വ്യക്തമായി ഒന്ന് പരിശോധിക്കാം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA നൽകിയ വിവരങ്ങൾ പ്രകാരം 2020 മുതൽ 2025 വരെ രാജ്യത്തുടനീളം പറക്കുന്നതിനിടെ എഞ്ചിൻ നിശ്ചലമായതുമായി ബന്ധപ്പെട്ട് 65 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 65 കേസുകളിലും പൈലറ്റുമാർ ഒറ്റ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനങ്ങളെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ സുരക്ഷിതമായി എത്തിച്ചു.